ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൽ ലവോദിക്ക സഭയ്ക്ക് എഴുതിയ സന്ദേശമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്കയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലവോദിക്ക സഭ ഒരു ഫൂളിഷ് ചർച്ച്, വിവേകരഹിത സഭ, അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്ത സഭ, ഒരു മൂഢ കോമാളി സഭ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 7 സഭകൾക്ക് യേശു അയച്ച സന്ദേശങ്ങളിൽ 7-ാമത്തേതും അവസാനത്തേതുമാണ് ലവോദിക്ക സഭയ്ക്കുള്ളത്. ലവോദിക്ക പട്ടണത്തെ അനുരഞ്ജന പട്ടണം, വിട്ടുവീഴ്ചകളുടെ നഗരം, സിറ്റി ഓഫ് കോംപ്രമൈസസ് എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. അന്റിയോക്കസ് രണ്ടാമനാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ പേര് ലവോദിസ് എന്നായിരുന്നു. ലവോദിസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പട്ടണത്തിന് ലവോദിക്ക എന്ന പേര് നൽകിയത്. എഫേസോസിന് 40 മൈൽ കിഴക്കായി കിടക്കുന്ന ഒരു ഉൾനാടൻ പ്രദേശമാണ് ലവോദിക്ക. പ്രമുഖ വ്യാപാര നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിശാലമായ റോഡ് ലവോദിക്കയിൽ കൂടിയാണ് കടന്നു പോയിരുന്നത്. ഈ പട്ടണത്തോട് ബന്ധപ്പെട്ട് ഒരു പ്രധാന ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ജൂപ്പിറ്റർ ദേവൻ അല്ലെങ്കിൽ സെയൂസ് ആയിരുന്നു. ജൂപ്പിറ്റർ അല്ലെങ്കിൽ സെയൂസ് എന്ന് പറയുമ്പോൾ ഒളിമ്പസിലെ സുപ്രീം ദേവനാണ്. ദേവാദിരാജൻ അല്ലെങ്കിൽ ബൃഹസ്പതി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതിനേക്കാൾ ഉപരി ഈ ക്ഷേത്രം സാമൂഹ്യ ജീവിതത്തിന്റെയും ഭരണത്തിന്റെയും വ്യാപാരത്തിന്റെയും മതത്തിന്റെയും എല്ലാം സ്ഥിരാകേന്ദ്രമായിരുന്നു. അതോട് ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ വ്യാപാരികൾ എത്തിയിരുന്ന ഒരു വിശാലമായ മാർക്കറ്റ് പ്ലേസ്, ഒരു ചന്ത അവിടെ പ്രവർത്തിച്ചിരുന്നു. ലവോദിക്ക ഉൽപ്പാദിപ്പിച്ച തിളക്കമുള്ള കമ്പിളി വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കറുത്ത നിറമുള്ള കമ്പിളി വസ്ത്രങ്ങൾ ലോക പ്രശസ്തമായിരുന്നു. ലവോദിക്ക സമ്പൽ സമൃദ്ധിയുടെയും വ്യാപാര വ്യവസായത്തിന്റെയും ഗ്രീക്ക് സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്നു. ശാസ്ത്രവും സാഹിത്യവും ലവോദിക്കയിൽ നന്നേ പുരോഗമിച്ചിരുന്നു. അക്കാലത്തെ ഒരു ഔഷധ നിർമ്മാണ കേന്ദ്രവും ചികിത്സാ കേന്ദ്രവും ലവോദിക്കയിൽ ഉണ്ടായിരുന്നു. ചെവിയിലും കണ്ണിലും പുരട്ടുന്ന ഒരു ഔഷധ ലേപന തൈലം ആയിരുന്നു ഇവരുടെ പ്രത്യേക ഔഷധ ഉൽപ്പന്നം. ഈ ലേപനം മലകളിൽ നിന്നും ശേഖരിച്ച പ്രത്യേകതരം കളിമൺ കൂട്ടുകൊണ്ട് നിർമ്മിച്ച് ധാരാളമായിട്ട് കയറ്റി അയച്ച്
ഇവ സമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ പരിശോധനയിൽ ഈ ലേപനത്തിൽ സൗഖ്യദായകമായി ഒന്നും തന്നെ ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്തും പരസ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രചാരണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത എത്രയോ മരുന്നുകൾ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ലവോദിക്കയിൽ വ്യാപാരം വളർന്നതനുസരിച്ച് പണമിടപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കിങ്ങും പച്ചപിടിച്ച് വളർന്നു. ലവോദിക്കയുടെ അവശിഷ്ടങ്ങളുടെ മുകളിൽ നിന്ന് ഇന്ന് നോക്കിയാൽ അതിനടുക്കൽ തന്നെ കൊലോസ്യ പട്ടണവും ഹിയരപ്പൊലി പട്ടണവും കാണാനായിട്ട് കഴിയും. കൊലോസ്യയും ഹിയരപ്പൊലിയും ലവോദിക്കയും അടുത്തടുത്ത് കിടന്ന സ്ഥലങ്ങളാണെന്ന് വേദപുസ്തകം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പരിശോധിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 4:16 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അവിടെ വായിക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്തലൻ ഒരു നിർദ്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ. അടുത്തടുത്ത പ്രദേശങ്ങളാണെന്നുള്ളതിന്റെ ഒരു തെളിവാണത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ കൊലോസ്യൻസ് 4:13 നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു. അവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പഫ്രാസിനെ കുറിച്ചാണ്. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ 3 സ്ഥലങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും. നിങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കൊലോസുകാര്, ലവോദിക്കക്കാര് ഹിയരപ്പൊലിക്കാർക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു. കൂടാതെ ഈ സ്ഥലത്തെ ഭൂമിശാസ്ത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിയരപ്പൊലിയിൽ ധാരാളം ചൂടുവെള്ള ഉറവകൾ, ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച ആവി പറക്കുന്ന ചൂടുവെള്ളം ഉത്ഭവിക്കുന്ന ഉറവകളും, കൊലോസ്യയിൽ ധാരാളം തണുത്ത ശുദ്ധജല ഉറവകളും ഉണ്ടായിരുന്നു. ലവോദിക്കക്കാരോട് യേശു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനാകുന്നു, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിലാണ് ഈ പ്രയോഗം നമ്മൾ കാണുന്നത്. ഇതിന്റെ കാരണം ഈ 2 സ്ഥലങ്ങളിലെയും ഹിയരപ്പൊലിയിലെ ചൂടുവെള്ളവും കൊലോസ്യയിലെ തണുത്ത വെള്ളവും പൈപ്പിൽ കൂടി ഒഴുകി ലവോദിക്കയിൽ എത്തുമ്പോഴത്തേക്കും അത് ഒരു ശീതോഷ്ണ അവസ്ഥയിലുള്ള വെള്ളമായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ടാണ് ലവോദിക്കയിലുള്ള ആളുകൾക്ക് നീ ശീതവാനും ഉഷ്ണവാനുമല്ല, നിങ്ങൾ ശീതോഷ്ണവാന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ ശീതോഷ്ണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് പരിശോധിച്ച പല സന്ദേശങ്ങളിലും സഭയിരിക്കുന്ന പട്ടണത്തോടുള്ള ബന്ധത്തിലാണ് യേശു കാര്യങ്ങൾ പറഞ്ഞ് സന്ദേശം ആരംഭിക്കുന്നത്. ലവോദിക്കയുടെ കാര്യത്തിലും നാം ഇപ്പോൾ ചിന്തിച്ചതുപോലെ അവരുടെ സമ്പത്ത്, അവരെ കണ്ണിലെഴുതുന്നതിനായിട്ട് ഉൽപ്പാദിപ്പിച്ച ലേപന തൈലം, കമ്പിളി വസ്ത്രം, ശീത ഉറവ, ഉഷ്ണ ഉറവ, വ്യാപാരം മുതലായവയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് ഈ സന്ദേശം കർത്താവ് നൽകുന്നതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാധാരണ നമ്മൾ പഠിക്കുന്നത് പോലെ കർത്താവ് എങ്ങനെയാണ് തന്നെ ഈ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത്, അവരെ എങ്ങനെയാണ് അഭിനന്ദിച്ചത്, അവരുടെ കുറ്റം എന്താണ് പറഞ്ഞത്, അവർക്ക് എന്ത് ഉപദേശമാണ് നൽകിയത്, എന്ത് വെല്ലുവിളിയാണ് അവരുടെ മുമ്പിൽ വെച്ചത്, ഈ ക്രമത്തിലാണല്ലോ സഭയ്ക്ക് നൽകിയ സന്ദേശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ലവോദിക്ക സഭയ്ക്ക് സന്ദേശം നൽകുമ്പോൾ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇങ്ങനെയാണ് സന്ദേശം ആരംഭിക്കുന്നത്. യേശു തന്നെ പരിചയപ്പെടുത്തുന്നത് ആമേൻ എന്ന പേരിലാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ആമേൻ എന്ന് പഴയ നിയമ പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, യെശയ്യാവ് 65-ന്റെ 16
സത്യദൈവത്താൽ അനുഗ്രഹിക്കും, സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. സത്യദൈവം എന്ന് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ദ ഗോഡ് ഓഫ് ആമേൻ എന്നാണ് മൂലഭാഷയിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നത്. സത്യം എന്ന എബ്രായ പദം ആമേൻ എന്നും പരിഭാഷ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നും അർത്ഥം വരുന്നതാണ്. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഇടയ്ക്ക് ആമേൻ അല്ലെങ്കിൽ അവസാനം ആമേൻ എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രാർത്ഥിച്ചതെല്ലാം സത്യമാണ്, അതിനോടെല്ലാം ഞാൻ യോജിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആമേൻ എന്ന് പറയുന്നത്. അപ്പൊ സത്യദൈവം, ഗോഡ് ഓഫ് ആമേൻ, അല്ലെങ്കിൽ ആമേൻ ആയിരിക്കുന്ന ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അവൻ സത്യദൈവവും സത്യം സംസാരിക്കുന്നവനുമാണ്. നാം വായിച്ചു കേട്ടല്ലോ, വെളിപ്പാട് 3:14 അവൻ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ, ദൈവസൃഷ്ടിയുടെ ആരംഭമായ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പറയുമ്പോൾ യേശു ഒരു സൃഷ്ടിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ഒരു സൃഷ്ടിയാണ് എന്ന അർത്ഥം വരുന്നില്ല. സൃഷ്ടിയാണെങ്കിൽ അവൻ നിത്യദൈവമല്ല എന്ന് കരുതേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം അതല്ല. ആരംഭം, ബിഗിനിങ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പദത്തിന് ഉത്ഭവസ്ഥാനം, ഉറവിടം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സോഴ്സ് എന്നും മൂലം അല്ലെങ്കിൽ ഹേതു, ഒറിജിൻ എന്നും അർത്ഥം വരും. അതുകൊണ്ട് ബിഗിനിങ് എന്ന് പറഞ്ഞത് ഐദർ സോഴ്സ് ഓർ ഒറിജിൻ, ഉത്ഭവസ്ഥാനം, ഉറവിടം, കാരണം അല്ലെങ്കിൽ ഹേതു എന്ന അർത്ഥത്തിലാണ് എന്ന് ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യ ലേഖനം 1:16, കൊലോഷ്യൻസ് 1:16, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബൈ ഹിം ആൻഡ് ഫോർ ഹിം. ക്രിയേറ്റഡ് ബൈ ഹിം, അവനാണ്, അവൻ മുഖാന്തരമാണ് എല്ലാം ഉളവായത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. കൊലോസ്യ ലേഖനം 1:18, കൊലോഷ്യൻസ് 1:18, അവൻ ആരംഭവുമാകുന്നു, ഹി ഈസ് ദ ബിഗിനിങ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1 തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം. അതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഹീസ് ദ ബിഗിനിങ് ആൻഡ് ഹീസ് ഇൻ ദ ബിഗിനിങ്. അവൻ തന്നെയാണ് ആരംഭം, ആരംഭം മുതൽ അവനുണ്ട്. ആരംഭം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിന്റെ ആരംഭം എന്നാണ് അതിന്റെ അർത്ഥം. ഹീസ് ദ ബിഗിനിങ് ആൻഡ് ഹീസ് ഇൻ ദ ബിഗിനിങ് എന്ന് മാത്രമേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അവൻ ആദ്യം മുതലുള്ളവനും ആണ് എന്ന് അറിഞ്ഞിരിക്കണം. വിശ്വസ്തനും സത്യവാനുമായ യേശു കർത്താവ് ഈ സഭയോട്, ഈ സഭയുടെ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സത്യത്തിലുള്ള ആത്മീയ അവസ്ഥ വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. അവർ യേശുവിന്റെ വിധി നിർണയം അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിരിക്കും. ഈ വിധി നിർണയം നമുക്കും പലർക്കും പ്രയോജനകരമാകും. നാമും ഇത് കേൾക്കുമ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടോ, ഞങ്ങളുടെ സഭയിലുണ്ടോ എന്ന് പരിശോധിച്ച് വ്യക്തിപരമായിട്ട് തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുന്നത് നന്നായിരിക്കും. നമ്മളുടെയൊക്കെ വീട്ടില് കൊച്ചുകുട്ടികൾ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓരോ അംഗത്തെയും ശ്രദ്ധിച്ച് ഓരോരുത്തരുടെയും സംസാരം, പ്രവൃത്തി ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കുവാൻ എന്ന് പ്രായമുള്ളവർ പറയുന്നത്. അവർക്ക് 1000 കണ്ണും 1000 കാതും ഉണ്ട് എന്ന് പൊതുവെ നാട്ടിലൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ സഭയിൽ പുതുതായി കടന്നു വരുന്ന ശിശുക്കളായിരിക്കുന്ന വിശ്വാസികൾ, അവിടെ ഇരിക്കുന്ന പ്രായമുള്ള സഭാവിശ്വാസികളെ അവലോകനം ചെയ്ത് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പാസ്റ്ററോടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുകളോട് ചോദിക്കും, അതെന്താ അങ്ങനെ, അതെന്താണ് ഇങ്ങനെ. അങ്ങനെ അവർ ഓരോന്നും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും, ആരാധിക്കാൻ വന്നാൽ ആരാധിച്ചിട്ട് പോയാൽ പോരെ, ഇതൊക്കെ എന്തിനാണ് അന്വേഷിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് ഇവർ തിരക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ പ്രശ്നം സൃഷ്ടിക്കുന്ന ആളുകളാണെന്ന്
കരുതാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ പ്രശ്നം സൃഷ്ടിക്കുന്നവരല്ല, പ്രത്യുത പ്രശ്നം വെളിപ്പെടുത്തുന്നവരാണ്. ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്, ബട്ട് ദേ ആർ റിവീലിംഗ് പ്രോബ്ലംസ്. സഭയിൽ ഇരിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. പ്രശ്നം കാലങ്ങളായി ഉണ്ടായിരുന്നതാണ്. ആ സഭയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് അതിനോട് ഇഴുകി ചേർന്നിരിക്കുന്നു. എന്നാൽ പുറത്തുനിന്ന് പുതുതായി വന്ന ഒരാൾക്കാണ് അത് പെട്ടെന്ന് ബോധ്യം വരുന്നത്. അതുപോലെ തന്നെയാണ് സഭകൾക്കുമുള്ള പ്രശ്നമെന്നുള്ളതാണ് നാം ഗ്രഹിക്കേണ്ടത്. പ്രശ്നമുണ്ടെന്ന ബോധം ഒരുപക്ഷെ സഭകൾക്ക് കാണുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അത് വെളിപ്പെടുത്തുമ്പോഴാണ് നമുക്കത് അറിയാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അറിയുമ്പോൾ അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. അത് സമ്മതിക്കാതെയും തിരുത്താതെയും ഇരിക്കുകയാണെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ലവോദിക്യ സഭ അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഒരു വലിയ പ്രശ്നം. അത് മാത്രമല്ല, സത്യത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് അവർ തയ്യാറുമായിരുന്നില്ല. ആത്മീയ അനുഗ്രഹങ്ങൾ തുടങ്ങുന്നത്, നാം ആരുടെ ആത്മീയ ജീവിതവും ഏത് സഭയുടെ ആത്മീയ ജീവിതവും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വസ്തതയിൽ നിന്നാണ്, ഓണസ്റ്റിയിൽ നിന്നാണ്. നാം എന്താണ്, നാം ആരാണ് എന്ന് മനസ്സിലാക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നമുക്കും നാം ആയിരിക്കുന്ന സഭകൾക്കും ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുവാൻ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതാണ്. വിശ്വസ്തത പുലർത്തേണ്ടതാണെന്ന് പറയുമ്പോൾ ഓണസ്റ്റി, ഉള്ള കാര്യം ഉള്ളതുപോലെ അംഗീകരിച്ച്, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം വിശ്വസ്തയോടെ നമ്മോട് അറിയിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് അനുവർത്തിക്കണം. അവൻ നമ്മോട് വിശ്വസ്തയോടെ അറിയിക്കുവാനായിട്ട് നാം അനുവദിക്കേണ്ടതും ആണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സഭയ്ക്ക് കർത്താവ് നൽകിയ അംഗീകാരം, കമൻഡേഷൻ, 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിലാണ് നാം കാണുന്നത്. 15-ാം വാക്യത്തില്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. അപ്പൊ അഭിനന്ദനം ഒരു ചെറിയ വാചകത്തിൽ ഒതുക്കിയിട്ട് അത് കുറ്റത്തിലേക്കും ഉപദേശത്തിലേക്കും നീളുന്നു എന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് പറഞ്ഞ പല സഭകളോടും അവരുടെ നല്ല പ്രവൃത്തികളുടെ പട്ടിക പറഞ്ഞതുപോലെ ഒന്നും പറയാതെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പിന്നെ കുറ്റത്തിലേക്കാണ് കയറിയത്. ആ ഒരു സെന്റൻസ് ഒഴിച്ച് ബാക്കി കുറ്റമാണ്. അതുകൊണ്ട് ഇവരുടെ പ്രവൃത്തി അത്ര നല്ലതല്ല എന്ന് വ്യക്തമാണ്. ശീതവാനും ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും എല്ലാവരുടെയും തൃപ്തി പിടിച്ചു പറ്റുന്നതിനായിട്ട് താല്പര്യപ്പെടുകയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അനുരഞ്ജന പട്ടണം, എല്ലാവരെയും അനുരഞ്ജിപ്പിക്കുന്ന, ഒരു രുചിയും ഒരു ഗുണവുമില്ലാത്ത വാട്ടവെള്ളം പോലെ ആയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വെള്ളത്തിനൊരു രുചിയുമില്ല, ഇതിനൊരു ഗുണവുമില്ല. ആർക്കും ഗുണവും ദോഷവും ഉണ്ടാകാത്ത ഒരു നിലപാടിൽ, ഒരു മിഡിൽ ഓഫ് ദ റോഡ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് വശത്തേക്കും മാറാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം കുഴപ്പമില്ല, അതും ആകാം ഇതും ആകാം, അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം. അപ്പോൾ പിന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയില്ല. എല്ലാവരെയും കോംപ്രമൈസ് ചെയ്ത് പൊത്തുവരുത്തത്തോടെ കൂട്ടി നിർത്തുന്ന ഒരു നിലപാട്. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 2 തിമോത്തി 3:5. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പൊ ഈ സഭയുടെ ഒരു പ്രത്യേകത, പുറമേ നോക്കിയാൽ ഭക്തിയുടെ വേഷം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിന്റെ ശക്തിയില്ല, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഗുണങ്ങളൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അവിടെ തിമോത്തിയോട് പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ്. അപ്പൊ അത് ഒരു നിലപാട് വേണം. നമ്മൾ ശീതോഷ്ണവാനായിട്ടിരുന്നാൽ പോരാ, ഒന്നുകിൽ ശീതവാനായിരിക്കണം അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. അത് ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നാം രണ്ടും കെട്ടവരായിട്ടിരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളിനി അവരുടെ കുറ്റത്തിലേക്കും അവർക്ക് കൊടുത്ത ഉപദേശത്തിലേക്കും പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ലവോദിക്ക സഭ തിരുത്തേണ്ടതായ ആവശ്യത്തിന്റെ 4 മുഖങ്ങൾ കർത്താവ് സഭയ്ക്ക് വെളിപ്പെടുത്തി. അത് ഓരോന്നോരോന്നായി നമുക്കൊന്ന് നോക്കുന്നതും അപഗ്രഥിക്കുന്നതും നന്നായിരിക്കും. കുറ്റവും ഉപദേശവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. കുറ്റങ്ങൾ പറഞ്ഞേച്ച് ബുദ്ധി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറ്റങ്ങളും ഉപദേശവും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഈ സഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന 4 വീഴ്ചകൾ: they had lost their vigor, lost their values, lost their vision and lost their vesture. 4 പ്രധാനപ്പെട്ട നഷ്ടങ്ങൾ. അവർക്ക് തീഷ്ണത നഷ്ടപ്പെട്ടു, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു, ദർശനം നഷ്ടപ്പെട്ടു, വസ്ത്രം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളിനകത്ത് നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്നൊക്കെ പറഞ്ഞത്. അതിനെല്ലാം പരിഹാരവും കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ തീഷ്ണത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവരുടെ മൂല്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് 17-ാം വാക്യത്തിലും 18ന്റെ ആദ്യ ഭാഗത്തും നമ്മൾ കാണുന്നത്. അവരുടെ ദർശനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് 17-ാം വാക്യത്തിൽ വീണ്ടും പരാമർശിക്കുന്നത്. അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, അവർ നഗ്നരായിരിക്കുന്നു എന്നുള്ളതാണ് 3-ന്റെ 17-18 വാക്യങ്ങളിൽ. ഒരു വിവസ്ത്രരായിരിക്കുന്നു എന്ന കാര്യമാണ് എടുത്ത് കർത്താവ് പറയുന്നത്. ഈ കാര്യങ്ങൾ 4ഉം നമുക്ക് അല്പം കൂടി വിശദീകരിച്ച് പഠിക്കുമ്പോഴാണ് എന്താണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് പറഞ്ഞത് they had lost their vigor, തീഷ്ണത നഷ്ടപ്പെട്ട ഒരു സഭ. 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ 3 ആത്മീക താപനിലകളുണ്ട്. 3 സ്പിരിച്വൽ ടെമ്പറേച്ചേഴ്സ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. ആത്മീയ ജീവിതത്തിൽ 3 ആത്മീയ താപനിലകളുണ്ട്. ഒന്ന്, ഒരു കത്തുന്ന ഹൃദയം, എ ബേണിംഗ് ഹാർട്ട്, എ ഹാർട്ട് ഓൺ ഫയർ ഫോർ ഗോഡ്. ദൈവത്തിനു വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു ഹൃദയം, കർത്താവിനായി പ്രവർത്തിക്കാൻ ചൂടുപിടിച്ചിരിക്കുന്ന ഒരു ഹൃദയം. അങ്ങനെയുള്ള ഹൃദയങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 24-ന്റെ 32 വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനെക്കുറിച്ച് ബോധ്യമില്ലാതെയും സംശയത്തിലും സംസാരിച്ചും കൊണ്ട് എമ്മൗസിലേക്ക് നടന്നുപോയ 2 ശിഷ്യന്മാർ, കർത്താവായ യേശുക്രിസ്തു അവരോട് ചേർന്ന് നടന്നു, തിരുവെഴുത്തുകളെയൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. കർത്താവ് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് 24-ന്റെ 32. ലൂക്കോസ് 24-ന്റെ 32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, നല്ലതാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ട് തണുത്തുറഞ്ഞ ഒരു ഹൃദയം, അങ്ങനെയും ചില ആളുകളുടെ ഹൃദയം ആയി പോകുന്നുണ്ട്. കോൾഡ് ഹാർട്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുമ്പോൾ ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. യേശു അവരെ വിളിച്ചിരുത്തി ധാരാളം കാര്യങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യെരുശലേമിന്റെ പുനഃസ്ഥാപനം, കർത്താവിന്റെ 2ാമത്തെ വരവ്, ലോകത്തിന്റെ അവസാനം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണ്. മത്തായി 24-ന്റെ 12. കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യം, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഫോർ ദെയർ ലവ് വിൽ വാക്സ് കോൾഡ് എന്നാ പറഞ്ഞത്. അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇത് ഹൃദയത്തിലിരിക്കുന്ന കാര്യമാണ്.
ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിന്റെ നേരെ എതിരാണ്. അധർമ്മമൊക്കെ പെരുകുന്നു, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അനേകരുടെ ഹൃദയത്തിൽ കർത്താവിനോടും മറ്റുള്ളവരോടും ഒക്കെ ഉള്ള സ്നേഹം തണുത്തുറഞ്ഞ് കോൾഡായിട്ട് പോകുന്ന ഒരു അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥയാണ് നമ്മൾ ലവോദിക്ക സഭയുടെ കാര്യം വെളിപ്പാട് 3:16 വായിച്ചത്. ലൂക്ക്വാം ഹാർട്ട്, ശീതോഷ്ണ ഹൃദയം. വെളിപ്പാട് 3:16 ശീതവാനും ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ ആകയാൽ. അപ്പൊ ഈ 3 തരത്തിലുള്ള ഹൃദയാവസ്ഥകൾ, ആത്മീയ ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കത്തുന്ന ഒരു ഹൃദയം ഉണ്ടാകാം, തണുത്തുറഞ്ഞ ഒരു ഹൃദയം ഉണ്ടാകാം, ശീതോഷ്ണ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഹൃദയവും ഉണ്ടാകാം. നമ്മളിപ്പോൾ ശീതോഷ്ണ ഹൃദയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി ശീതോഷ്ണവാനായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ സുഖലോലുപനായി, അലസനായി, ആവശ്യബോധമില്ലാത്തവനായി എന്നൊക്കെയാണ്. He has become comfortable, complacent, and he does not realize his real need and the need of the world. ലോകത്തിന്റെയും അവന്റെയും ആവശ്യത്തെക്കുറിച്ച് ബോധമില്ല, അലസനായി തീർന്നു, സുഖലോലുപനായി തീർന്നു. ശീതവാനായിരുന്നുവെങ്കിൽ അവന് തണുപ്പ് അനുഭവിക്കുവാൻ കഴിഞ്ഞേനെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊലോസയിലെ മലനിരകളിൽ നിന്നൊഴുകി വന്ന തണുത്തുറഞ്ഞ വെള്ളവും ഹീരപ്പൊലിയിൽ നിന്നൊഴുകി വന്ന ആവി പറക്കുന്ന തിളച്ച വെള്ളവും പൈപ്പ് വഴി ലവോദിക്കയിലെത്തുമ്പോഴേക്കും ശീതോഷ്ണ വെള്ളമായി മാറിക്കഴിഞ്ഞിരുന്നു. ലവോദിക്കക്കാർക്ക് പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞു കാണും. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ആത്മാവിൽ എരിവുള്ളവരായിരിക്കണമെന്നും ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണമെന്നുമാണ്. റോമാലേഖനം 12:11 വായിക്കുക. 12-ാം അധ്യായത്തിലെ ഒരു സഭ, ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നതിന് ശേഷം ആത്മീയ ജീവിതം നയിക്കണമെന്നുള്ളതിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അപ്പോസ്തലൻ നൽകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫെർവന്റ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ എരിവുള്ളവർ, ഫെർവന്റ് ആയിരിക്കണം, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണമെന്നാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, കൊലോഷ്യൻസ് 4:12. നാം പ്രാർത്ഥനയിൽ ഫെർവന്റ് ആയിരിക്കണം, പ്രാർത്ഥനയിൽ എരിവുള്ളവരായിരിക്കണം, പോരാടുന്നവരായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ ഫെർവന്റ് ആയിട്ട് പോരാടുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നാമും പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കണം, എരിവുള്ളവരായിരിക്കണം, ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല ഇരിക്കേണ്ടത്. ഫെർവന്റ് ഇൻ പ്രയർ, ഫെർവന്റ് ഇൻ സ്പിരിറ്റ്, ഫെർവന്റ് ഇൻ പ്രയർ. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നത് അവൻ അവർക്ക് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തപ്പോഴാണെന്നുള്ള കാര്യവും ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് പൗലോസ് താൻ കൊലോസ്യക്കാർക്ക് എഴുതിയ ലേഖനം ലവോദിക്കക്കാരും വായിക്കണമെന്ന് കൊലോസ്യ ലേഖനം 4:16 നിർദ്ദേശിച്ചത്. വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ജ്വലിച്ച് ഹൃദയത്തിൽ ചൂട് പിടിച്ച് കർത്താവിനായിട്ട് നിൽക്കുവാനുള്ള ഒരു പ്രേരണ, ഉൾപ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നാം ഫെർവന്റായി ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കും. അവനായിട്ട് നിൽക്കുവാൻ, അവന് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് പ്രേരണയുണ്ടാകും. സങ്കീർത്തനം 39:3 വായിക്കുക. 39-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. എന്റെ ഉള്ളിൽ എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എപ്പോഴാണ് നിന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചത് എന്ന് ചോദിച്ചാൽ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. എന്താണ് ധ്യാനിച്ചത്? ദൈവവചനമാണ് ധ്യാനിച്ചത്. എന്റെ ദൈവവചന ധ്യാനത്തിങ്കൽ, എന്റെ പ്രാർത്ഥനയിങ്കൽ എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഹൃദയത്തിന് ചൂട് പിടിച്ചപ്പോൾ, തീ കത്തിയപ്പോൾ, സഹോദര എന്താ ചെയ്തത് എന്ന് സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. വചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ഹൃദയം ചൂടുപിടിക്കും. നാം നാവെടുത്ത് കർത്താവിനായി സംസാരിക്കും. കർത്താവിനായി സംസാരിക്കണം. ചൂടുള്ളതും തണുപ്പുള്ളതുമായ പാനീയങ്ങൾ നാം പലപ്പോഴും ആസ്വദിക്കാറുണ്ട്. എന്നാൽ ചൂടും തണുപ്പും വിട്ട വാട്ടവെള്ളം വിരസവും പുതുമ നഷ്ടപ്പെട്ടതുമായതുകൊണ്ട് ആർക്കും വലിയ താല്പര്യം ഉണ്ടാകുകയില്ല. മാത്രമല്ല അത് പല അസുഖങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്ന ഒരു സംവിധാനം ക്രമേണ ഊർജരഹിതമായി നശിക്കും. നിരന്തരം ഊർജം ലഭിക്കുന്നില്ലെങ്കിൽ മരണവും നാശവും ഉറപ്പാണ്. ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അത് ആറിക്കൊണ്ടിരിക്കും.
വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അതിന്റെ ചൂട് നഷ്ടപ്പെട്ട് അത് ആറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബോയിലിംഗ് ഇൻ സ്പിരിറ്റ്, ഫെർവെന്റ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ തിളയ്ക്കുന്നവരായി, ആത്മാവിൽ എരിവുള്ളവരായി എന്ന് പറഞ്ഞത്. നിരന്തരം ചൂടാക്കാൻ ഒരു ഊർജ വാഹിനി സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. ഊർജം നിരന്തരം സപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിദ്യുച്ഛക്തി പോയാൽ ഫ്രിഡ്ജിലെ ഫ്രീസറുകൾ തണുപ്പ് വിട്ട് ചൂടാകാനായിട്ട് തുടങ്ങും. അപ്പൊ നിരന്തരം വിദ്യുച്ഛക്തി നൽകിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ ശീതീകരണ യന്ത്രം കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ചൂടാക്കുന്ന യന്ത്രങ്ങളും അതെ, കൃത്യമായിട്ട് അതിന് ഊർജം നൽകിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ചൂടും തണുപ്പും നിലനിർത്തണമെങ്കിൽ നിരന്തരം അതിനുള്ള ഊർജ സ്രോതസ്, അതിന്റെ സപ്ലൈയുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ദൈവസഭയിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. സഭയ്ക്കും തന്നിൽ തന്നെ ഒരു നിലനിൽപ്പില്ല. ആരോടും ഒരു ബന്ധവുമില്ലാത്ത ഒരു സഭയ്ക്ക് നിലനിൽക്കുന്നതിനായിട്ട് കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15:5, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. ലവോദിക്ക സഭയെ നോക്കുക. അവർ പറഞ്ഞു, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, ഞാനൊരു സ്വതന്ത്രനാണ്, ഞാൻ സംതൃപ്തനാണ്, ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് ആരുടെയും ഒന്നും ആവശ്യമില്ല. ഇത് വളരെ അപകടകരമായ ഒരു മനോഭാവമാണ്. യഥാർത്ഥത്തിൽ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭൗതിക സമ്പത്തും നേട്ടങ്ങളുടെ നീണ്ട കണക്കുകളും മരിച്ച് നാറ്റം വെച്ചു തുടങ്ങിയ ഒരു ശവശരീരം മൂടിയിട്ടിരിക്കുന്ന ശവവസ്ത്രത്തിന്, ഒരു ശവമൂട് ശീലയ്ക്ക് തുല്യമാണ്. ഈ അവസ്ഥയിൽ യേശു പോലും സഭയ്ക്ക് പുറത്താണ് എന്നും നാം ശ്രദ്ധിക്കണം. അകത്ത് വരാൻ യേശു അവസരം തേടുകയാണ്. വെളിപ്പാട് 3:20 നാം വായിച്ചു കേട്ടത് ഓർക്കുക. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഈ സഭയ്ക്ക് നൽകിയ സന്ദേശത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു വാക്യമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് പുറത്ത് നിന്നുകൊണ്ട് യേശു പറയുന്നത്. എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഈ സഭയുടേത് എന്ന് ചിന്തിക്കുക. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയം ഫെർവെന്റ് ഇൻ സ്പിരിറ്റ്, ഫെർവെന്റ് ഇൻ പ്രയർ, ഫെർവെന്റ് ഇൻ ഗോസ്പൽ വർക്ക് ഒക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഈ സഭ അവരുടെ തീഷ്ണത നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് കർത്താവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് ചുരുക്കം. അതുകൊണ്ടാണ് കർത്താവ് ഇപ്പോൾ പുറത്തായി പോയത് എന്ന് മറക്കരുത്. ഈ സഭയോട് കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വാല്യൂസ്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സഭ. 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലാണ് നാം ഈ ആശയം കാണുന്നത്. സ്മുർണയിലെ സഭയെക്കുറിച്ച് പഠിച്ച പാഠം ഓർക്കുകയാണെങ്കിൽ വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, വെളിപ്പാട് 2:9 സ്മുർണ സഭയെക്കുറിച്ച് പറഞ്ഞു, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, ഒരു ഹൈഫൺ ഇട്ടിട്ട് പറഞ്ഞു, നീ ധനവാനാകുന്നു താനും. ദരിദ്രരാണെന്ന് അവർ കരുതി, നാട്ടിലുള്ളവർ കരുതി. എന്നാൽ കർത്താവ് പറയുകയാണ് ധനവാനാണ്. കർത്താവിന്റെ വിലയിരുത്തലിൽ ആളുകൾ ദരിദ്രരെന്ന് കരുതിയ സ്മുർണ സഭ സമ്പന്നനായിട്ടാണ് ഇരിക്കുന്നത്. ലവോദിക്കക്കാർ അഹന്തയോടെ പറഞ്ഞത് എന്താണെന്ന് നോക്കുക. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, വെളിപ്പാട് 3:17, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇതാണ് അവര് പറയുന്നത്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തിയല്ലോ. നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ. എന്തുകൊണ്ട് ഈ സഭ ആത്മീയമായി അധപ്പതിച്ചു എന്നതിന്റെ സൂചന ഇവിടെ ഉണ്ട്. അവർ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് അഹന്തയുള്ളവരായി. അവരുടെ അളവുകോൽ തികച്ചും മാനുഷികമായിരുന്നു. ആത്മീയ മൂല്യങ്ങൾ അവർക്ക് അന്യമായിരുന്നു. കർത്താവിന്റെ ദൃഷ്ടിയിൽ അവർ നിർഭാഗ്യന്മാരും അരിഷ്ടന്മാരും ദരിദ്രന്മാരുമായിരുന്നു എന്നോർക്കുക. എന്നാൽ അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. കാരണം ലവോദിക്ക ഒരു ധനിക പട്ടണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധാരാളം പണമിടപാട് സ്ഥാപനങ്ങൾ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വ്യാപാര ചന്തയിൽ വ്യാപരിച്ചിരുന്ന ധാരണകളും രീതികളും പതുക്കെ
സഭയിൽ കടന്നു കാണും. അപ്പോഴാണ് അവരുടെ മൂല്യബോധം തകിടം മറിഞ്ഞത്. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയുക, ലോണൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടുമല്ലോ, അപ്പം നമുക്കില്ല എങ്കിലും പലതും ഉണ്ടെന്ന് ഭാവിക്കത്തക്ക തരത്തിൽ ഉള്ള ഒരു സംവിധാനം സാമ്പത്തിക രംഗത്തും വ്യാവസായിക രംഗത്തും ഒക്കെ നമ്മൾ കാണുന്നത് പതുക്കെ സഭയിലേക്കും കടന്നു കയറി എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. ഇന്നും നടക്കുന്ന സുവിശേഷ സഭാ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും വാർത്താ പത്രികകളും ഒക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ സഭാമന്ദിരങ്ങൾ, മറ്റ് കെട്ടിട സമുച്ചയങ്ങൾ, ഇതൊക്കെ പണിതതിന്റെ ചിത്രങ്ങൾ, റിപ്പോർട്ടുകൾ ധാരാളമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതാണോ നമ്മെ സംബന്ധിച്ച സുപ്രധാന കാര്യം? ചിന്തിക്കേണ്ടതാണ്. ലവോദിക്ക സഭയുടെ കമ്മിറ്റിക്കാരെ കണ്ട് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയുണ്ട് സഭ എന്നാണ് നാം ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും പുതിയ പ്രവർത്തന റിപ്പോർട്ടും നേട്ടങ്ങളുടെ നീണ്ട പട്ടികയും കണക്കുകളും ഒക്കെ അവരെടുത്ത് നമ്മുടെ മുമ്പിൽ ഇടും. എന്നിട്ടും യേശുക്രിസ്തു അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും, ഛർദ്ദിച്ചു കളയും, തുപ്പി പുറത്തു കളയും എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഛർദ്ദിച്ച് പുറത്തു കളയുന്നത്. കർത്താവിന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ ആ കൊമ്പൊക്കെ ഉണങ്ങി അത് ഒടിച്ച് പുറത്തു കളഞ്ഞ് ആവക ചേർത്ത് തീയിലിടും എന്ന് കർത്താവ് പഠിപ്പിച്ചത് മറന്നുപോകരുത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുക. ഞാൻ തുപ്പിക്കളയും, ഉമിണ്ണുകളയും എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, എനിക്ക് നിങ്ങൾക്കും തമ്മിൽ ഇങ്ങനെ പോകാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് നിങ്ങളെ ഒടിച്ച് തീയിലിട്ട് കളയും എന്നാണ് കർത്താവ് പറയുന്നത്. ഇതിനെന്താണ് പരിഹാരം? അത് നാം ചിന്തിക്കേണ്ടതാണല്ലോ. വില കൊടുക്കാൻ തയ്യാറാവുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഒരുങ്ങുക, അതാണ് പരിഹാരം. വില കൊടുക്കാൻ തയ്യാറാവുക, സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാനായിട്ട് തയ്യാറാവുക, ഒരുങ്ങുക. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കുക. വെളിപ്പാട് 3:18. നീ സമ്പന്നനാകേണ്ടതിന്, സമ്പന്നനാണെന്ന് നീ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. തീയിൽ ഊതിക്കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കർത്താവ് അർത്ഥമാക്കിയെന്ന് ചോദിച്ചാൽ, വിശ്വാസം ശോധന ചെയ്യപ്പെടണം. വിശ്വാസത്തിന്റെ പരിശോധന, ജെനുവിനിറ്റി ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടണം. തീയിൽ ഊതിക്കഴിക്കണം. തീയിൽ ഊതിക്കഴിച്ച് പൊന്ന് തെളിഞ്ഞു പുറത്തു വരുന്നത് പോലെ കഷ്ടതയും പീഡനവും ഈ സഭയ്ക്ക് ആവശ്യമാണ്. അത് മാത്രമേ നിന്നെ ശുദ്ധീകരിക്കാൻ ഉതകുകയുള്ളൂ എന്നാണ് യേശു സൂചിപ്പിക്കുന്നത്. കഷ്ടതയും പീഡനങ്ങളും ഒന്നുമില്ലാതെ സുഖലോലുപന്മാരായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കോംപ്രമൈസ് ചെയ്ത് അനുരഞ്ജന പട്ടണമായിട്ടിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശോധനയില്ല. എന്താണ് വിശ്വാസം എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അതൊന്ന് വേണം എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരത്രയ്ക്ക് സുഖലോലുപതയിൽ ആണ്ടുപോയിരിക്കുന്നു. പല ആളുകൾക്കും ഇന്നത്തെ പല സഭകൾക്കും സംഭവിച്ചിരിക്കുന്ന വലിയ ദുര്യോഗമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 1 പത്രോസ് 1:7, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവജനത്തിന്റെ മുൻഗണനകൾ എന്തിനാണ് എന്ന് ആത്മശോധന നടത്താൻ കഷ്ടതയ്ക്ക് കഴിയുന്നത് പോലെ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന പരമാർത്ഥം മറന്നു കളയരുത്. കഷ്ടതയിലാവുമ്പോഴാണ് നമ്മളുടെ മുൻഗണനകൾ എന്തിനാണ്, നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മുടെ മൂല്യങ്ങൾ എന്താണ് എന്നൊക്കെ പരിശോധിക്കപ്പെടുന്നത്. തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനെ പോലെ വിശ്വാസത്തിന്റെ പരിശോധന സുപ്രധാനമാണ്. കീടങ്ങൾ നീങ്ങി തേജസ്സും മാനവും കൂടി മാറ്റുള്ളതായി മാറാൻ ശോധന കൂടിയേ തീരൂ. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് 1:3-4, നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവേൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അത് പാരഫ്രൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുക, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകും.
നമ്മൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകണമെങ്കിൽ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ഈ സഭയെക്കുറിച്ച് പറഞ്ഞത് they had lost their vision. ദർശനം നഷ്ടപ്പെട്ട ഒരു സഭ. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ദർശനം നഷ്ടപ്പെട്ട സഭയെക്കുറിച്ച് പറയുകയാണ്, നീ കുരുടൻ എന്ന് അറിയാതെ ഇരിക്കയാൽ. ലവോദിക്ക സഭ കുരുടരായിരുന്നു. they were blind. അവർക്ക് യാഥാർത്ഥ്യങ്ങളെ കാണാൻ കഴിയാതിരുന്നത് വലിയൊരു അബദ്ധമായിട്ട് മാറി. they could not see reality. അവരൊരു മൂഢസ്വർഗത്തിലാണ് അതുകൊണ്ട് ജീവിച്ചത്. തിരസ്കരിക്കപ്പെടുവാൻ പോകുന്നു എന്ന കാര്യം അവർ ഗ്രഹിച്ചില്ല. കർത്താവ് വായിൽ നിന്ന് ഉമിണ്ണു കളവാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വളരുന്നില്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടുകൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. കീപ് ഗ്രോയിങ് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, വളരുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഇഫ് യു ഡോണ്ട് കീപ് ഗ്രോയിങ്, യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ. നാം വളർന്നുകൊണ്ടേയിരിക്കുന്നില്ലെങ്കിൽ കുരുടന്മാരായി തീർന്നു. നമ്മുടെ കാഴ്ച ഷോർട്ട് സൈറ്റഡ് ആയി, ഹ്രസ്വദൃഷ്ടിയുള്ളവരായി തീർന്നു. കാഴ്ച നന്നായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാം നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം ശരിയായ രീതിയിൽ കഴിക്കണം. നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കണം എന്നർത്ഥം. ശാരീരികമായും ആത്മീയമായും നാം എന്ത് കഴിക്കുന്നു എന്നത് നമ്മുടെ കാഴ്ചയെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നമ്മുടെ ആഹാര സാധനങ്ങൾ നാം ശുദ്ധീകരിക്കുന്നത് പോലെ അതിൽ വേണ്ട സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വേണ്ടാത്തതൊക്കെ മാറ്റിക്കളഞ്ഞ് അത് ആരോഗ്യത്തിന് ഏറ്റവും ഉതകുന്നതാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ ആഹാര സാധനങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ളവരും ക്രമമായി നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നവരുമായിരിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നത് പോലെ ആത്മീയമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഒഴിവാക്കണം. പോഷകം മൂല്യമല്ലാത്ത, വെറുതെ വായ്ക്ക് രുചി തരികയും ആരോഗ്യകരമല്ലാതെയും ഇരിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ നാം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഈ സഭക്കാർക്ക് അവരുടെ യഥാർത്ഥ അവസ്ഥ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് കർത്താവിനെയും ശരിക്ക് കാണാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കുക, കർത്താവ് വാതിലിന് പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. സഭയ്ക്കകത്ത് കർത്താവില്ല എന്ന യാഥാർത്ഥ്യം അവർ കാണുന്നില്ല, അതവർ ഗ്രഹിക്കുന്നില്ല. പുറത്തു നിൽക്കുന്ന കർത്താവ് വാതിൽക്കൽ മുട്ടുന്നത് അവസരത്തിന്റെ ഒരു വാതിലാണ്. അവിടെ മുമ്പിൽ ഒരു അവസരത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു വെക്കുകയാണ്. അവര് തന്നെ വാതിൽ തുറന്നു കൊടുക്കുമ്പോഴാണ് അവർ അവസരം വിനിയോഗിക്കുന്നവരായി തീരുന്നത്. എന്നാൽ ഇതൊന്നും ഈ സഭ കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അവർ സ്വർഗജായത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ്. മറ്റൊന്നും അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അവരുടെ ചുറ്റുമുള്ള അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അവരെ ക്രിസ്തുവിനായി നേടണമെന്നും നാം സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഇവർ ശീതോഷ്ണവാന്മാരായി കഴിഞ്ഞു. ചൂടും ചുണയും നഷ്ടപ്പെട്ട ഒരു സഭ. എത്ര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ സഭ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കുക. എന്താണ് പ്രശ്നപരിഹാരം? വാട്ട് ഈസ് എ സൊല്യൂഷൻ? കണ്ണിൽ എഴുതുവാൻ സ്വർഗീയമായ ഒരു ലേപനം ഇവർ കർത്താവിനോട് ചോദിച്ചു മേടിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. വെളിപ്പാട് 3:18. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലവോദിക്കക്കാർ ഉൽപ്പാദിപ്പിച്ച ഔഷധ കൺലേപന തൈലം ലോകപ്രസിദ്ധമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ വിശുദ്ധന്മാരുടെ കാഴ്ച ശരിയാക്കുന്ന ഔഷധ ലേപന തൈലം അവരുടെ മരുന്ന് കടകളിൽ ലഭ്യമായിരുന്നില്ല.
ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഒരു അവയവമാണ് കണ്ണ്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവം. അതിന് കേടുവന്നാൽ പരമവൈദ്യനായ യേശുവിന് മാത്രമേ ശരിയായ ഒരു ശസ്ത്രക്രിയ നടത്തി അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തില് കണ്ണിനെക്കുറിച്ച് പഠിപ്പിച്ചത് ഓർക്കുന്നത് നന്നായിരിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. മത്തായി 6-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇതോടൊപ്പം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. ലൂക്കോസ് 11, 34 മുതൽ 36 വരെ. യേശു ജീവിച്ചിരുന്നപ്പോൾ എത്ര കുരുടന്മാർക്ക് കാഴ്ച നൽകിയെന്ന് ചിന്തിക്കുക. ശരിയായ കാഴ്ച പ്രാപിച്ചില്ലെങ്കിൽ അപകടങ്ങളും അലോരസങ്ങളും ഉണ്ടാകാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം പഠിച്ചാൽ മതി. ഒരു കുരുടൻ യേശു കാഴ്ച കൊടുത്തതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. കാഴ്ച പോയാൽ യേശുവിന്റെ ചികിത്സയ്ക്ക് വിധേയപ്പെട്ടേ മതിയാകൂ. ചികിത്സ കഴിഞ്ഞാലും ആത്മീയ ആരോഗ്യ പരിപാലന നിയമങ്ങളും തഴക്കങ്ങളും ഭക്ഷണക്രമവും കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമ്മുടെ കാഴ്ച കൃത്യതയോടെ നിലനിർത്താനും നന്നാക്കിയെടുക്കാനും കഴിയുകയുള്ളൂ. സദൃശ്യവാക്യം 28:19. സദൃശ്യവാക്യം 28:19. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. Where there is no vision, the people perish. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില്, എഫേസ്യ ലേഖനം 1:18, ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ മാത്രമേ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ ഹൃദയത്തെ, മനസ്സുകളെ, പ്രത്യേകിച്ച് അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കാൻ ശ്രമിക്കുമെന്നും നമ്മൾ 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 4:4. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളുടെയും മനസ്സിനെ കുരുടാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ്. 4-മതായിട്ട് ഈ സഭയ്ക്ക് വസ്ത്രമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് കൂടി ചിന്തിക്കുവാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. ഈ ക്ലാസ്സിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സഭയെക്കുറിച്ച് ചിന്തിച്ചത്. തീഷ്ണത നഷ്ടപ്പെട്ട സഭ, മൂല്യം നഷ്ടപ്പെട്ട സഭ, ദർശനം നഷ്ടപ്പെട്ട സഭ. നമുക്ക് ഒരു നിമിഷം ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ തീഷ്ണത എങ്ങനെ ഇരിക്കുന്നു? ശീതോഷ്ണവാന്മാരായി മാറിക്കഴിഞ്ഞോ? അതോ തണുത്തുറഞ്ഞ ഹൃദയമുള്ളവരായി മാറിക്കഴിഞ്ഞോ? നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ മൂല്യബോധം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ദർശനം എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശോധന ചെയ്യുകയും എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പരിഹരിച്ച നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. കർത്താവേ, സ്തുതി പിതാവേ, തിരുവചനത്തിനായിട്ട് ഞങ്ങൾക്ക് കർത്താവ് തന്ന ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നു. ലവോദിക്ക സഭയെ പോലെ കർത്താവ് തീഷ്ണത നഷ്ടപ്പെട്ടവരും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരും ദർശനം നഷ്ടപ്പെട്ടവരുമായിട്ട് വ്യക്തികളോ സഭകളോ കർത്താവെ ഈ വചനം കേട്ട ആരുടെയെങ്കിലും അവസ്ഥയിൽ, ആരുടെയെങ്കിലും സഭയിൽ അങ്ങനത്തെ ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെടുവാൻ തക്കവേണം, മടങ്ങി വരുവാൻ തക്കവേണം. കർത്താവെ ഒറിജിനൽ ദർശനത്തിലേക്ക്, ആ മൂല്യങ്ങളിലേക്ക്, തീഷ്ണതയിലേക്ക് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. തിരുവചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ എല്ലാവരെയും നിറച്ചാട്ടെ. അവിടുത്തെ എല്ലാം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.